പാവക്ക വെച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാവക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാവക്കയാണ് 3 കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. നല്ല മൂത്തിട്ടുള്ള കുരുവായിരുന്നു. അപ്പോൾ ഞാനിത് ഇതേ രീതിയിൽ ഇങ്ങനെ കളഞ്ഞെടുക്കുകയാണ്. പാവക്ക കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. പാവക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അതുപോലെ പാവക്കയുടെ നീരൊന്നും പിഴിഞ്ഞ് കളയണ്ട. അതൊക്കെ പാവക്കയുടെ ഗുണമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി നീരൊന്നും കളയാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഒട്ടും കയ്പില്ലാതെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. പാവക്ക മുഴുവനും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എത്രത്തോളം നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്. അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടെടുക്കാം. ഇനി നിങ്ങളെടുക്കുന്ന സവാള ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണം വരെ എടുക്കേണ്ടതായിട്ട് വരും. സവാള അരിഞ്ഞിട്ടെടുക്കുമ്പോഴും നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. ഞങ്ങളിവിടെ മലപ്പുറത്തൊക്കെ പാവക്കക്ക് കൈപ്പങ്ങ എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ സവാള ഇവിടെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതേ രീതിക്കാണ് പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാനൊരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. ആദ്യം ഇതിൻ്റെ കട്ടിയുള്ള ഭാഗം കളഞ്ഞെടുക്കുകയാണ്. ഇനി ഇത് ഓരോ തക്കാളിയും 4ആയിട്ട് മുറിച്ചതിന് ശേഷം ഇതിന് ഉള്ളിലുള്ള ആ പളുപ്പ് നീക്കം ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ തക്കാളിൻ്റെ മുഴുവനും ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കണം. തക്കാളി ഇതേ രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കാം. നമ്മുടെ പാവക്കയുടെ കയ്പ്പ് മാറ്റിയെടുക്കാനാണ് കേട്ടോ നമ്മൾ ഈ തക്കാളി ഇതിൽ ചേർക്കുന്നത്. ഇപ്പോൾ തക്കാളി മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൂട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവക്ക ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത്. നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 പച്ചമുളകാണ് ചേർത്തിരുന്നത്. നിങ്ങൾക്ക് എത്ര മുളക് വേണോ അത്രത്തോളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ അരപ്പാണ്. തേങ്ങ ഒതുക്കിയെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കുക. അല്പം ശക്തി എടുത്തിട്ട് തന്നെ എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മിയിട്ടെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കടുകാണ്.
കടുക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ അരി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ചോറൊക്കെ ഉണ്ടാക്കുന്ന അതേ അരിയാണ് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റെസിപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ അരി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരണം. കടുകും പൊട്ടി ഇനി അരിയും കൂടെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞിട്ട് വരണം. അങ്ങനെ അരി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, രുചി കൂടും. ഇപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാവക്കയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പാവക്കയൊക്കെ ഒന്ന് ചൂടായിട്ട് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഞാനിതൊന്ന് അടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് സമയം വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മളിത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ പാവയ്ക്കൊരു 1/4 ഭാഗത്തോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിത് അടച്ച് വെക്കുന്നില്ല, ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഇതിങ്ങനെ വേവിച്ചെടുക്കുന്നത്. എന്തെങ്കിലും പച്ചക്കറിയുടെ ഈർപ്പമുണ്ടെങ്കിൽ അതൊന്ന് ഉണങ്ങി കിട്ടണം. അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് ചിക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ ഒരുപാട് സമയം ഇത് ചീത്തയാവാണ്ടിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ കിടിലൻ ടേസ്റ്റിൽ ഒട്ടും കയ്പില്ലാതെ നല്ല അടിപൊളിയായിട്ട് പാവക്ക തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാവക്ക തോരൻ ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റും. ഒട്ടും കയ്പില്ലാതെ റെഡി ആയിട്ട് വരും. പാവക്ക ഒട്ടും ഇഷ്ടമില്ലാത്തവർ കൂടെ കഴിച്ചു പോവും ഇങ്ങനെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.